കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു ആൻഡ് ശ്രീജിത്ത് രവി. ശ്രീജിത്ത്, ഈ കുട്ടി +1 അവർ പറഞ്ഞ്, എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അയ്യോ എന്നാ വേണ്ട എന്ന് മനസ്സോടുകൂടി അന്നൊരു പ്രശ്നം തോന്നിയത് കൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. നമ്മുടെ ആഗ്രഹങ്ങൾ മുളയിലെ നുള്ളി അങ്ങനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ കോളുകൾ വരുന്നു, സംസാരിക്കുന്നു. പക്ഷെ ഇതാണ് അത് എന്ന് അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. കുറെ കഴിഞ്ഞിട്ടാണ് തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അന്ന് കണ്ട കുട്ടിയാണ് ഇത് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ലഡ്ഡു പൊട്ടി. അപ്പൊ മനസ്സിൽ 2-3 ഒരുമിച്ച് കുറച്ചധികം ലഡ്ഡുകൾ ആ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരും അറിയാത്ത പ്രണയം, അതായത് വീട്ടിലൊന്നും അറിയിക്കാതെയുള്ള പ്രണയം ഈ പറഞ്ഞ പോലെ 2 വർഷത്തോളം കൊണ്ടു നടന്നു. എങ്ങനെ ഈ വീട്ടിലൊക്കെ പറയാതെ എപ്പോഴെങ്കിലും പിടിക്കത്തില്ലേ? പിടിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. തമ്മിൽ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. ഫോൺ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ടയർ ഫാക്ടറിയിൽ, ഞങ്ങൾക്ക് ഒരു ടയർ ഫാക്ടറിയാണ്. അപ്പൊ പലപ്പോഴും ഞാൻ ഈ ഫോണിൽ കുറച്ച് നാളുകളായിട്ട് ശ്രീജു ആവശ്യത്തെ കൂടുതൽ ഫോണിലല്ലേ, അത് ബിസിനസിന്റെ ആവശ്യത്തിന് ഇത്രയധികം സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്കൊക്കെ തോന്നി. ഞാൻ ഒരു ചെറിയ റബ്ബറിന്റെ പരിപാടിയാണ്. അപ്പൊ റബ്ബറിന്റെ ഒരു ചെറിയ പ്ലാന്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാക്ടറിയിലൊക്കത്ത് നിന്ന് സംസാരിച്ചു തുടങ്ങുന്നയാൾ പറമ്പിലൂടെയൊക്കെ സംസാരിച്ച് കുറെ നേരം സംസാരിച്ച് ഇയർഫോണൊക്കെ വെച്ച് സംസാരിച്ച് തിരിച്ചു വരുന്നു. അപ്പോഴും അത് തന്നെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും അല്ലാത്തൊരവസ്ഥ അവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവണം. തീർച്ചയായും. പിന്നെ വീട്ടിൽ അങ്ങനെ തോന്നിയാലും അങ്ങനെ ചോദിക്കാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ പ്രണയിക്കുകയാണെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ ആ രീതിയിലൊന്നും വീട്ടിൽ അത്രയധികം സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ അച്ഛനോ അമ്മയോ ചോദിക്കില്ല, കാരണം അവർ തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതൊരു വളരെ നല്ല കാര്യം കേട്ടോ, അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അറിവിലേക്കായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ലവ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ശ്രീജിത്ത് രവി ലവ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് പറഞ്ഞു. നേരെ തിരിച്ചോ? സഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് വല്ല എതിർപ്പുണ്ടാവും എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട് സമ്മതിച്ചവര് നല്ലവരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട്. സാധാരണ ഒരു പ്രണയത്തില് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. ഇപ്പൊ യൂഷ്വലി അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അവര് പറയുന്നത് തീരെ ശരിയല്ല. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെയും ലവ് ലൈഫ് ആൻഡ് മാരിഡ് ലൈഫ് ഏറ്റവും സന്തോഷമുള്ള ഒന്നായിരുന്നു. ഒരു പക്ഷെ അതായിരിക്കും എനിക്ക് ബേസിക്കലി ഫ്രം എക്സ്പീരിയൻസ് ആണല്ലോ ഇവരൊക്കെ എല്ലാം നമ്മളോട് പറയുന്നത്. അപ്പോൾ അവരുടെ ലവ് എന്ന് പറയുന്നത് 12 വർഷത്തെ പ്രണയം. ഇപ്പൊ ഞാൻ 2 വർഷത്തെ കാര്യം പറയുള്ളൂ. 12 വർഷത്തെ പ്രണയത്തിന് ശേഷം, അതായത് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛന് 16 വയസ്സും അമ്മയ്ക്ക് 12 വയസ്സോ ഒക്കെയുള്ള സമയത്താണ് പ്രണയിച്ചു തുടങ്ങുന്നത്. അന്ധകാലം. അപ്പൊ അത് 28 വയസ്സായപ്പോഴാണ് അച്ഛൻ കല്യാണം കഴിക്കുന്നത്. അത്രയും കാലം അമ്മയെ കല്യാണം കഴിപ്പിക്കാതെ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചോ? അമ്മക്ക് ഒരു 16, 17, 18 ഇല്ല, അങ്ങനെയൊന്നുമില്ല. അമ്മ നന്നായി പഠിച്ചു, നമ്മൾ ഡോക്ടറാണ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഫാമിലിയിൽ 11 പേരാണ് അമ്മയുടെ ഫാമിലിയിൽ. അപ്പൊ അമ്മയാണ് ഏറ്റവും താഴെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ തമ്മിൽ പരിചയപ്പെടുന്നത് തന്നെ അങ്ങനെ ഒരു അച്ഛന്റെ ചേട്ടനാണ് അമ്മയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങള് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ തന്നെ പറ്റിയ ആൾക്കാരെ കണ്ടുവെക്കുന്ന ഒരു ശീലം പുറത്തോട്ടിറങ്ങി വരുന്ന കഷ്ടപ്പെടത്തില്ല. അപ്പൊ അല്ലാണ്ട് തപ്പണ്ടി വരുന്നില്ല. അങ്ങനെയാണ് തമ്മിൽ കാണുന്നതും ഒന്നാകാമെന്നുള്ള തീരുമാനം എടുത്തതും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് ടൺ കണക്കിന് റൊമാൻസ്. പല സിനിമകളിലും ശ്രീജിത്ത് രവിയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രണയമൊന്നും തോന്നാൻ വഴിയില്ല. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ശ്രീജിത്തിന്റെ ക്യാരക്ടറൊക്കെ കണ്ടിട്ടും ഈ കുട്ടിക്ക് പ്രണയം തോന്നിയോ? സഞ്ജുവിന് അങ്ങനെ ഒരു പേടി? സഞ്ജു എന്നെ പ്രേമിക്കുന്നത് സിനിമ കണ്ടിട്ടോ കാണാതെയോ അല്ല. ഞാൻ അധികം സിനിമകളൊന്നും അന്ന് ചെയ്തിട്ടില്ല. വളരെ ചാന്തുപൊട്ട് അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ മാത്രമേ എനിക്ക് തോന്നുന്നു. എന്റെ ചാന്തുപൊട്ട് മാത്രമേ സഞ്ജു കണ്ടിട്ടുള്ളൂ. വേറെ വല്ല സിനിമ കണ്ടാണെങ്കിൽ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ. റിയൽ ലൈഫിൽ ആരാണ് വില്ലൻ? ആർക്കാണ് പേടി? സഞ്ജുവിനെയാണോ പേടി അതോ ശ്രീജിത്തിനെയാണോ പേടി? പേടി എന്ന് പറയുന്ന ഒരു എലിമെന്റ്
ലൈഫിലില്ല. ചുമ്മാ പറയാം, എല്ലാ ഭർത്താക്കന്മാർക്കുണ്ട് കുറച്ച് ബേബി ഉണ്ടല്ലേ? ഭാര്യ. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം, സന്തോഷമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സുഖമുള്ളൊരു പേടിയാണ്. ഇതൊരു പ്രണയമായിരുന്നല്ലോ, പക്ഷെ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയം ഇതാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അല്ല, ഒരിക്കലും അല്ല. ആ പ്രണയത്തെ കുറിച്ചാട്ടോ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിന് ചോദിക്കുന്നത്. പക്ഷെ ആഫ്റ്റർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് സോങ്സ് ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് ശ്രീജിത്ത് രവി. ശ്രീജിത്ത്, ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് പറ. അറിയട്ടെ. ഞങ്ങളുടെ പ്രണയവും ഈ പറഞ്ഞ പോലെ കുറെ ഈ 2 വർഷത്തിന്റെ ഇടയിൽ ഒരു കല്യാണത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രണയത്തിനും അങ്ങനെയുള്ള ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഇതാണ് യഥാർത്ഥ പ്രണയം എന്ന് മനസ്സിലാക്കാൻ ഈ പ്രണയം വേണ്ടി വന്നു. ഇതിനു മുമ്പത്തുള്ളതൊന്നും പ്രണയമായിരുന്നില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം അത് യഥാർത്ഥ പ്രണയം എപ്പോഴും ലൈഫ് ലോങ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുന്നത്തെ ഒന്നും പറയുമ്പോ അതിന് നമ്പർ എത്രയായിരിക്കും? 4. സത്യം 4. അത് ഏത് ക്ലാസ്സിൽ തുടങ്ങി? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1. അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. അത് അങ്ങോട്ട് പറഞ്ഞു. അതിന് മുമ്പത്തൊക്കെ അങ്ങോട്ടാണ്. എന്ത് പറ്റി? എന്നെ ഇഷ്ടമായിരുന്നില്ല കുട്ടിക്ക്. സിമ്പിൾ ആയിട്ടുള്ള 1 സൈഡ് പ്രണയം പറയാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യം പുറകെ നടന്നു. അവസാനം അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എന്റെ പുറകെ നടക്കണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതങ്ങ് വിട്ടു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു അത്. പിന്നെ അതുപോലെ ഒരു ചെറിയ ഒന്നുകൂടെ അങ്ങനെ കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത്, സീരിയസ് ആണെന്ന് അന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രണയം വന്നത് ഏകദേശം എൻ്റെ 11th 12th കാലഘട്ടത്തിൽ ഒക്കെയാണ്. അത് പിന്നെ ഒരു പ്രണയിച്ച് ഞാൻ RECയിൽ പഠിക്കുന്നു. എഴുത്തുകളിലൂടെ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടൊരു കവിത എഴുതിയിട്ട് അയച്ചിട്ടുണ്ട്. ആ കവിത ഓർമ്മയുണ്ടോ? അപ്പൊ ആരാന്ന് മനസ്സിലാവല്ലോ. ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പെർഹാപ്സ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. തുടക്കത്തിൽ അത് ബിഗിനിങ് സ്റ്റേജ് ആണ്. ഫോർ ഐ ക്യാൻ ഫീൽ ദാറ്റ് അൾസറസ് ഹാർട്ട് ഹോണ്ടിങ് മീ എന്നൊക്കെ പറഞ്ഞ്, ഇത് എവിടെയാണ് വരികളുടെ തുടക്കം ഞാൻ തരുന്നില്ല, ഒരുമിച്ചാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ബാക്കി ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. അവസാനം എന്റെ ഖുഷ്ല ദാറ്റ് ഐ ലവ് യു അങ്ങനെ സാധനം. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള എഴുത്തുണ്ട്. പക്ഷെ ഏറ്റവും രസമുള്ള പ്രണയ ലേഖനം എഴുതിയിട്ടുള്ളത് എന്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ എനിക്ക് അതിനെ കുറിച്ചും കൂടെ അറിയണം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പൊ ഒരു പാട്ടാ, അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ ചോദിച്ചേനെ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.